ഡോക്ടർ അരുൺ ശങ്കർ, ഗീതു, നമ്മുടെ നവംബർ 14 വേൾഡ് ഡയബറ്റീസ് ഡേ ആണല്ലോ. അപ്പോൾ നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് പ്രമേഹ ദിനം ആചരിക്കുന്നു, നവംബർ പ്രമേഹ മാസമായിട്ട് ആചരിക്കുന്നു. പ്രാധാന്യം ഒട്ടും കുറഞ്ഞിട്ടില്ല അല്ലേ? ഓരോ ദിവസം കഴിയും തോറും പ്രമേഹത്തിൻ്റെ അനുബന്ധ രോഗങ്ങളുടെ എണ്ണം കൂടുന്നു. കോവിഡ് കഴിഞ്ഞ ശേഷം പ്രമേഹ രോഗികളുടെ എണ്ണവും വർദ്ധിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്ന ഈ വർഷം നമ്മൾ ഈ ചർച്ച നയിക്കുമ്പോൾ മുൻ വർഷങ്ങളെക്കാളുമൊക്കെ ഒരുപാട് പ്രാധാന്യം കൂടുതലാണ്. നമ്മളിപ്പോൾ ഈ കോവിഡ് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല, എങ്കിലും കോവിഡ് കഴിഞ്ഞെന്ന് ആശ്വസിക്കുകയാണ് നമ്മൾ. ഈ കോവിഡും പ്രമേഹവും അല്ലെങ്കിൽ കോവിഡ് കഴിഞ്ഞതിന് ശേഷമുള്ള പ്രമേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, ഇപ്പോൾ നമ്മൾ ഓരോ ദിവസം കാണുന്ന രോഗികളിൽ കാണുന്ന ഒരു വ്യത്യാസം, നമ്മൾ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ്, അത് എത്രത്തോളം നമുക്ക് ഇനിയും ആവശ്യമാണ്? ഡോക്ടർ അരുൺ ശങ്കർ തുടങ്ങാം നമുക്ക്. സർ സൂചിപ്പിച്ചതുപോലെ ഈ കോവിഡ് കാലയളവിൽ പ്രമേഹ ചികിത്സയിലിരിക്കുന്നവർക്ക് വ്യക്തമായി പറയുകയാണെങ്കിൽ ചികിത്സ നേരാവണ്ണം കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. അത് ഈ കോവിഡ് കാരണം അവർക്ക് ചികിത്സിക്കുന്ന ഡോക്ടറുടെ അടുത്ത് എത്തി കൃത്യമായൊരു തുടർ ചികിത്സ ചെയ്യാൻ പറ്റാതെ പോയ ഒരു ബുദ്ധിമുട്ടുണ്ട്. കോവിഡ് പിടിപെട്ടവർക്ക് പ്രമേഹം അനിയന്ത്രിതമായി ഉയർന്നു എന്നുള്ളൊരു സത്യം കൂടെ ഉണ്ട്. പിന്നെ കോവിഡ് വന്നതിന് ശേഷം പുതുതായി പ്രമേഹം കണ്ടുപിടിച്ചവരുടെ എണ്ണവും വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചികിത്സ കുറച്ചും കൂടെ സങ്കീർണമായി ഈ ഒരു അവസ്ഥയിലും എങ്കിൽ പോലും നമ്മൾ തരണം ചെയ്തു എന്ന് വേണം പറയാനായിട്ട്. നല്ലൊരു രീതിയിൽ നമുക്ക് ഈ പല സ്ഥലങ്ങളിലും ടെലിമെഡിസിൻ ഉൾപ്പെടെയുള്ള സമ്പ്രദായം ചികിത്സയിൽ തുടരാൻ കഴിഞ്ഞവർക്ക് നന്നായിട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ സാറ്? തീർച്ചയായും നമുക്ക് ടെലിമെഡിസിൻ നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിച്ചു. പക്ഷേ ടെലിമെഡിസിൻ പ്രയോജനപ്പെടുത്തിയത് വെറും ഒരു 30% രോഗികൾ മാത്രമായിരുന്നു. ബാക്കിയുള്ളവരെയൊക്കെ നമ്മൾ കാണുമ്പോഴത്തേക്ക് ഡോക്ടറെ കണ്ടിട്ട് 2 വർഷത്തിൽ കൂടുതലായി. അപ്പം ആ ഒരു സംവിധാനമൊക്കെ നമുക്ക് പണ്ടേ ഉണ്ട് എങ്കിൽ പോലും അതേക്കുറിച്ച് അറിയാത്തവരായിരുന്നു അവർ. അപ്പം നമ്മൾ ഈ അറിവില്ലായ്മയിൽ നിന്നാണല്ലോ നമ്മൾ ഈ തുടക്കം, അതായത് അറിവ് എന്നൊരു വാക്ക് നമ്മൾ പ്രയോഗിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഈ 2022 ആ പ്രമേഹ മാസവും പ്രമേഹ വർഷവും ഒക്കെ നമ്മൾ ആചരിക്കുമ്പോൾ നമ്മുടെ ഇൻ്റർനാഷണൽ ഡയബറ്റീസ് ഫെഡറേഷൻ്റെ ആ ഒരു തീം എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ടു പ്രൊട്ടക്റ്റ് ടുമാറോ എന്നാണ്. വിദ്യാഭ്യാസത്തിലൂടെ നാളെയെ സംരക്ഷിക്കുക. അപ്പോൾ പ്രമേഹ വിദ്യാഭ്യാസം നൽകുന്നത് വഴി നമുക്ക് നാളെയെ സംരക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ന് ഇൻ്റർനാഷണൽ ഡയബറ്റീസ് ഫെഡറേഷൻ ഉദ്ദേശിച്ചത് പ്രമേഹ വിദ്യാഭ്യാസമാണ് വാസ്തവത്തിൽ പ്രമേഹ ചികിത്സയെ വിജയിപ്പിക്കുന്നതിൻ്റെ പ്രധാന ഘടകം. അപ്പോൾ വിദ്യാഭ്യാസം ഇല്ലാതെ പ്രമേഹ രോഗ ചികിത്സ സ്വീകരിക്കുകയാണെങ്കിൽ ഏകദേശം 100% ഈ ചികിത്സ പരാജയപ്പെടും. അപ്പോൾ നമുക്ക് ഈ പ്രമേഹ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ അത് എനിക്ക് തോന്നുന്നൊരു 100 കണക്കിന് കാര്യങ്ങളാണ് വിദ്യാഭ്യാസമായിട്ട് നൽകുന്നത് അല്ലേ? അപ്പോൾ ഔഷധങ്ങൾ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഔഷധങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ പറയും ഔഷധങ്ങളുടെ ഒരു റോൾ എന്ന് പറയുന്ന പ്രമേഹ രോഗ ചികിത്സയിൽ വെറും ഒരു 50% മാത്രമാണ്. ബാക്കി 50% എന്ന് പറയുന്നത് ചികിത്സയിൽ നമ്മൾ ഭക്ഷണം ക്രമീകരിക്കുന്നതും വ്യായാമം ചെയ്യുന്നതാണ്. അപ്പോൾ ഗീതുവിൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഗീതു ഇപ്പോൾ വളരെ സീനിയർ ഡയറ്റീഷ്യനാണ്. നമ്മൾ പ്രമേഹ രോഗികൾക്ക് ഒരു ഭക്ഷണക്രമം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് എത്ര ശതമാനം രോഗികൾ സ്വീകരിക്കാറുണ്ട്? അപ്പോൾ നമുക്ക് പ്രമേഹം കണ്ടുപിടിച്ച ആദ്യ സമയങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും വളരെ നല്ല രീതിയിൽ ഡയറ്റൊക്കെ നോക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. പക്ഷേ കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് അവർക്കൊരു വിരസത തോന്നാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഡയബറ്റിസ് ഡയറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ ആക്ച്വലി ഇല്ല. നമുക്ക് ഒരു ഹെൽത്തി ഡയറ്റാണ് ഒരു രോഗി ഫോളോ ചെയ്യുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു 100% രോഗിക്ക് അത് നല്ല രീതിയിൽ തന്നെ അനുവർത്തിച്ച് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഹെൽത്തി ഡയറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മൾ ഫാമിലിയിൽ തന്നെ കൊണ്ടുവരേണ്ടതുണ്ട്. കുടുംബത്തിൽ ഒരാൾക്കായിരിക്കും ഒരു ഡയബറ്റിസ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ രോഗിക്ക് ഒരു പ്രത്യേകതരം ഭക്ഷണം, ബാക്കി ഉള്ള ആൾക്കാർക്ക് പ്രത്യേകതരം ഭക്ഷണം, അതിൻ്റെ ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ഹെൽത്തി ഡയറ്റാണ് നമ്മുടെ വീട്ടിലെല്ലാവരും ഫോളോ ചെയ്യുന്നതെങ്കിൽ ഈ പറഞ്ഞ രോഗം നമുക്ക് നിയന്ത്രിച്ച് പോകാനും ഒക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ നമുക്കൊരു ഡയറ്റ് പ്ലാൻ ചെയ്ത് പോകാൻ സാധിച്ചാൽ 100% ആൾക്കാർക്കും അത് പറ്റും. പക്ഷേ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ ഒരു അൺഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റാണ് ഒരാൾ അനുവർത്തിച്ച് വരുന്നതെങ്കിൽ അവർക്കിത് സങ്കീർണമായി തോന്നും.